ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായില്ലേ? കയ്യിലിരിക്കുന്ന ബക്കറ്റൊക്കെ കണ്ടില്ലേ? അപ്പം നമുക്ക് ഒരുമിച്ച് ട്രിക്ക് ഓർ ട്രീറ്റിന് പോയാലോ? ജുവാന ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ ബട്ടർഫ്ലൈ കോസ്റ്റ്യൂം നമ്മൾ മേടിച്ചത് ടീമൂന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആ പുറകിലത്തെ ആ ചിറകും പിന്നെ ആ കളർഫുൾ സ്കേർട്ടും മാത്രമേ ഉള്ളൂ കേട്ടോ കോസ്റ്റ്യൂമായിട്ട് കിട്ടുന്നത്. ബാക്കി അഡീഷണൽ ആ ഒരു ലെഗിൻസും അതിൻ്റെ സ്കേർട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ലെഗിൻസും ആ ഒരു ടേർട്ടിൽ നെക്ക് ടോപ്പും ഒക്കെ സെപ്പറേറ്റ് നമ്മൾ മേടിച്ചതാണ്. അപ്പം കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ, അതായത് നമ്മളിവിടെ വന്ന് കൊച്ചി ഉണ്ടായപ്പോൾ തൊട്ട് ഇതുവരെയായിട്ടും നമ്മൾ ഹാലോവീൻ അവർക്കൊരു ഡ്രസ്സ് മേടിച്ച് കൊടുത്തിട്ടില്ല കോസ്റ്റ്യൂമായിട്ട്. ഈ വർഷമാണ് ആദ്യമായിട്ട് മേടിച്ചത്. ടീമൂന്ന് അറിയാമല്ലോ, ടീമിൽ ഭയങ്കര കുറഞ്ഞ റേറ്റിൽ കിട്ടും. പിന്നെ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയാണ്. അപ്പം നമ്മുടെ ഈ അടുത്തൊക്കെ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ആൾക്കാർ. വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് അവർ പിള്ളേരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പല പല സൊസൈറ്റികളുണ്ട്. അപ്പോൾ അത് നോക്കി പല നെയ്ബർഹുഡിൽ പല സ്ഥലങ്ങൾ കാണും. ആ നെയ്ബർഹുഡ് നോക്കി നമുക്ക് സെലക്ട് ചെയ്ത് അങ്ങോട്ട് പോകാം. അപ്പം ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു നെയ്ബർഹുഡിലാണ്. ഒരു കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് പോകാറ്. അപ്പോൾ ഈ വർഷവും നമ്മൾ അവിടെ പോകാൻ തീരുമാനിച്ചു. കൂടെ ജുവാനയുടെ 2 കൂട്ടുകാരും കൂടി ഇപ്രാവശ്യം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം വെതർ പൊതുവെ നല്ലതായിരുന്നതുകൊണ്ട് തന്നെ പതിവിലും കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. കാരണം നല്ലൊരു ക്രൗഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ പരിപാടി തുടങ്ങുന്നത് 4 മണിക്കാണ്. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ഒരു 3:30, 3:40 ആവും. അത് കഴിഞ്ഞ് നേരെ ഒരുക്കി ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിള്ളേർ മാത്രമല്ല കേട്ടോ, വലിയവരും പെറ്റുകളും ഒക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. ട്രിക്ക് ഓർ ട്രീറ്റ് എന്നാ പേരെങ്കിലും ട്രിക്കൊന്നുമില്ല കേട്ടോ, ട്രീറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ട്രിക്ക് ഓർ ട്രീറ്റിൻ്റെ കഥയൊക്കെ ഇതിനു മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തിനാണ് ഈ ട്രിക്ക് ഓർ ട്രീറ്റ് എന്നും ഹാലോവീനും ഒക്കെ ഉള്ളത്, ആ വീഡിയോയ്ക്ക് അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരുമ്പോൾ തന്നെ ജുവാനയുടെ മറ്റു 2 ഫ്രണ്ട്സും കൂടെ വന്ന് ജോയിൻ ചെയ്തു ഓരോരുത്തരായിട്ട്. പിന്നെ അവരെല്ലാവരും കൂടെ നല്ലൊരു സമയമായിരുന്നു, നല്ലൊരു ഈവനിങ്. ലൈക്ക് 4 മണി തൊട്ട് നമുക്ക് ഒരു 6:30, 7 മണി വരെ നമുക്ക് നടക്കാം. അപ്പം ആ സമയത്ത് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് പോലീസൊക്കെ കാണും. അപ്പം ഭയങ്കര സെക്യൂർഡാണ് പിള്ളേർക്ക് നടന്നു പോകാനും എല്ലാം. അപ്പം നല്ലൊരു ഈവനിങ് ആണ്. പിള്ളേർക്കെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് ആണിത്. മാത്രമല്ല പിള്ളേരല്ലേ, ഒരു പാത്രം നിറച്ച് ക്യാൻഡീൻ ചോക്ലേറ്റും ഒക്കെ കിട്ടുന്നവർക്ക് വലിയ സമ്പാദ്യമാണ്. ഒരു വർഷത്തേക്ക് തിന്നാനുള്ള ചോക്ലേറ്റ് ഉണ്ട്, അത്രയും കിട്ടും. ഇതെല്ലാം കൂടെ മേടിച്ചുകൊണ്ട് പോയി പിന്നെ അത് എണ്ണി തീർക്കണം, പിന്നെ സോർട്ട് ചെയ്യണം. ഇതൊക്കെ ഓരോ ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം, ചെറിയ പിള്ളേർ മാത്രമൊന്നുമല്ല, വലിയ കുട്ടികളും ഈവൻ എൽഡേഴ്സ് പോലും കാണും ഇങ്ങനത്തെ കോസ്റ്റ്യൂമും ഒക്കെ ഇട്ട് ഈ ക്യാൻഡി മേടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ക്യാൻഡി തിന്നാനുള്ള കൊതി കാരണമൊന്നുമല്ല, ഇതൊരു രസം. ഇതിനകത്ത് പല കോസ്റ്റ്യൂംസും ഇപ്പം ഇതിൻ്റെ അകത്ത് കാണിച്ചു പോകാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഹാലോവീൻ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണല്ലോ ഈ വീഡിയോ. ഹാലോവീൻ കഴിഞ്ഞ് താങ്ക്സ് ഗിവിങ് ആയല്ലോ എന്ന് ചിന്തിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയാം. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് കഴിഞ്ഞ 1 മാസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഞാൻ വെച്ചേക്കുകയായിരുന്നു. അപ്പം പക്ഷേ വീഡിയോ ഒക്കെ എടുത്തു, പക്ഷേ എഡിറ്റ് ചെയ്യാനോ അതിനോ ഒന്നും സമയം കിട്ടുന്നുമില്ല, അതിനുള്ളൊരു മൂഡും ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. അപ്പം അതുകൊണ്ട് നിങ്ങളത് ക്ഷമിക്കുക. പിന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചതല്ലേ, അതുകൊണ്ട് എനിക്കാണ് അപ്ലോഡ് ചെയ്യാതിരിക്കാനും തോന്നുന്നില്ല. അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കാണുക. ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നിടം വരേക്കും ബൈ. ഗോഡ് ബ്ലെസ് യു.